റേസ് ചലഞ്ചാണ്. പാലക്കാട് ടു വാൽപ്പാറ റൂട്ട് അവിടെ നമ്മുടെ ബസ് റേസ് ചലഞ്ച് നടക്കാൻ പോകുന്നത്. ഇന്ന് രണ്ടിലൊന്നും അറിയാം ഏത് വണ്ടിക്കാണ് കൂടുതൽ കമന്റ്. വണ്ടി പയ്യെ നമുക്ക് റിവേഴ്സ് എടുക്കാം. ലെറ്റ്സ് ഗോ. നമ്മുടെ വയനാടൻ അടുത്ത ട്രിപ്പിന് വേണ്ടി റെഡി ആവട്ടെ. ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നത് ഫ്രണ്ടിലോട്ടല്ല മിസ്റ്റർ. വണ്ടി റിവേഴ്സ് റിവേഴ്സ് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കണോ? പിന്നല്ലാതെ ഇപ്പഴത്തെ വണ്ടിയുടെ ഫാൻസ് നോക്കി എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ടോ? കുഞ്ഞിനെ കിട്ടുന്നു എന്തൊക്കെയാണ് പറയും. എന്നെ കണ്ടിട്ടാണ് വന്നത് ബസ്, അല്ലാതെ നിന്നെ കണ്ടിട്ടല്ല. വയനാട് ഫാൻസ് ഒന്നുമില്ല. പിന്നെ കൊമ്പനെ സ്വന്തമാതിരി ഒന്നും പറയണ്ട. ഇവിടെ വയനാടിന് നല്ല ഫാൻസ് ആണ്. പക്ഷെ എന്നാലും കൊമ്പനാണ്, അത്ര ആലോചിച്ചാൽ മതി. കൊമ്പനാണ് അതിന്റെ അവധിയില്ല, കഴിയില്ല. ഒരു റൈസ് കിട്ടുന്ന ഇതിന്റെ റൈസ് തോപ്പിച്ചല്ലോ അപ്പൊ സംഭവിക്കുന്നത്. റൈസിന്റെ റൈസ് ചെയ്ത് തോപ്പിക്കാൻ ധൈര്യമുണ്ടോ? എങ്ങനെയെങ്കിലും നമ്മള് കൊമ്പുറല്ല വണ്ടി ചാടിത്തുള്ളിയ വേണം. പുതിയ ടർബോ ഒക്കെ വെച്ചിട്ടുണ്ട് വണ്ടി. ഇപ്പൊ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യട്ടെ. നമ്മുടെ വയനാടാണ് കൊമ്പനാണ് ഫാൻസ്. വയനാടൻ പുതിയ പയ്യനാണ്. കൊമ്പനായിരിക്കാം മനസ്സിലായി. ഡ്രൈവർ വയനാടിന്റെ ആണ് മിടുമിടുക്കൻ. കാണാം. എന്ത് അടിപൊളി ബ്രേക്കാ. നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഉണ്ട്. 2 ഡോറൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അത് എന്തോ ഒരു കയ്യബദ്ധം. 2 ഡോറൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ഡോറ് പൊളിഞ്ഞു പോയി അടുത്ത ഡോറ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കണം. മഴയുണ്ടല്ലോ നല്ല വൈപ്പറൊക്കെ ഇട്ടിട്ട് പോവാലേ. വയനാടുണ്ട് കൊമ്പൻ. ഇനി അങ്ങോട്ട് വാൽപ്പാറ റൂട്ടാണ്. വാൽപ്പാറയിലേക്ക് പോകുന്ന റോഡാണ്. തമിഴ്നാട് റൂട്ടാണ്. സൂക്ഷിച്ചു കയറണം. അതിനെ പിടിക്കാൻ ശ്രമിച്ചില്ലല്ലോ. നീ എവിടെ നീ ആക്ച്വലി എവിടെയെങ്കിലും ഏതെങ്കിലും വണ്ടിയുടെ മൂട്ടിലിരിക്കും. അപ്പോഴത്തേക്ക് നമ്മൾ ഫ്യൂൽ അടിക്കണ്ട. അവിടെ വലിയ ട്രിപ്പ് പോകാനുള്ളതാണ്. ഫ്യൂൽ അടിച്ചു പമ്പ്. Let's go. അയ്യോ ഇവിടെ ഇപ്പൊ എനിക്കടിക്കാൻ സ്ഥലമില്ല. അതെന്നാ ചാതിയാണ്. ഫുൾ ടാങ്കാണ്. ഇറങ്ങിയോട് അത് നിനക്ക് ഓടിക്കാൻ അറിയാനാണ്. എന്റെ ഫുൾ ടാങ്ക് കിളിയോ? അതെ എന്റെ വണ്ടി ഫുൾ ടാങ്ക് ആണല്ലോ. ഞാൻ നേരത്തെ അടിച്ചിരുന്നു, മറന്നുപോയി. സോറി. അതെ മറന്നു ലേശം കൂടുന്നുണ്ട്. നിന്റെ വണ്ടിയിൽ നീ ഒരു കിളിയായിട്ടാണ് വരുന്നത്. ഏതോ ഒരു കിളി കയറുന്ന കാർ. എന്തും കേൾക്കത്തില്ല. ഉറക്കപ്പറ. ദൂരെ പോകുന്നൊന്നും കേൾക്കുന്നില്ല. ഓക്കെ ശരി. വിട്ടോ ഞാൻ എത്തി. എന്താ വിഷയം? സ്ലോ ആണ്. സ്ലോ ആക്കണ്ട. നമ്മുടെ വണ്ടിക്ക് ബ്രേക്ക് ഒന്നും ഇല്ല കേട്ടോ. ബ്രേക്ക് എല്ലാം ഊരിക്കളഞ്ഞായിരുന്നു. ഹോണൊക്കെ കേൾക്കാമോ? വെറൈറ്റി ഹോണൊക്കെ ഇടിച്ചു. നീ ഒറ്റൊരുത്തനാ. ഇവനൊക്കെ എവിടെ കൊണ്ടുപോകണം? പോസ്റ്റ് ചതിക്കരുത്. എന്റെ ഭാഗ്യത്തിന് എന്റെ ആൾക്കാർക്കൊന്നും പറ്റിയില്ല. പയ്യ സ്കില്ലിന്റെ ഡ്രൈവർ ആവേണ്ട വിഷയമില്ലല്ലോ. ഓക്കെ ലെഫ്റ്റിലോട്ട് പയ്യ ഇറക്കാം. ഇവനെവിടെ പോയി? ഞാനെങ്ങനെ ഇങ്ങോട്ട് ഇറക്കും? ഓക്കെ ഞാനീ പോസ്റ്റൊക്കെ ഇടിച്ചു വരും. 2 3 4 സൈഡാ മുമ്പിന്റെ അപ്പൊ ശരി ഞാൻ അപ്പൊ ശരി നടക്കൂല.
ശരി. ഇന്ന് ഞാൻ പറക്കുന്നതാണ് വണ്ടി. ഫോണെനിക്കുണ്ട്. എന്റെ ഫോൺ കേൾക്കുന്നില്ല. വണ്ടിക്ക് എന്റെ പൊന്നേ. ഇവിടെ കൊക്കുണ്ടോ? നേരെ താഴത്തൊക്കെ പോയി സൂക്ഷിക്കണം. വണ്ടി സ്ലോ ചെയ്ത് നിനക്ക് വേണ്ടി സ്ലോ ചെയ്ത് സ്ലോ ചെയ്താ പരിധി. ഇതാണ് ബസ് സ്ലോ ചെയ്യാനുള്ള കുഴപ്പം. എന്നാലും വെയിറ്റ് ചെയ്യണ്ട. നീ എവിടെയെങ്കിലും പോയി ചാരും. നീ കണ്ടോ കൊമ്പനെ പിടിക്കുന്നത്? ഇത് നമ്മുടെ പ്രസ്റ്റീജ് കൊമ്പൻ. ഇവിടെ കുറെ പോസ്റ്റ് ഉണ്ട് കേട്ടോ. അത് ഞാനൊരു പോസ്റ്റിന് ചെറുതായിട്ട് പോസ്റ്റാ. സാരമില്ല. പോസ്റ്റ് നോക്കണ്ട, ഏറിയിരിക്കണ പോസ്റ്റ്. ഈ പോസ്റ്റ് മേടിച്ചാ ശരിയല്ല. അവൻ പോയാ ഞാൻ ഇന്ത്യയിൽ വിടുന്നില്ല. ശരിയാവത്തില്ല. പോലീസുകാർ വഴി തരത്തില്ലല്ലോ. എനിക്ക് വേണ്ടി ഞാൻ സ്ലോ ചെയ്തോ. വയനാട് കാടിനുള്ളിൽ കയറ്റി വന്നിരിക്കുകയാണ്. ഒരു പ്രശ്നമില്ല. പോസ്റ്റ് വന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. നീ എന്താണ് വിചാരിക്കുന്നത്? ഇവിടെ നമുക്ക് നീ പിടിക്കും. നിന്നെ ഞാൻ പിടിക്കും. വണ്ടി ഇങ്ങനെ എടുക്കും. ഇങ്ങനെ എടുത്ത് നിങ്ങളോട് എടുക്കും. ആനയാണ് മേയ്ക്കുന്ന വണ്ടിയാണ്. കുറച്ച് സ്പീഡ് കൊടുക്കും. ആക്സിഡന്റ് വെക്കുന്നില്ലേ? അപ്പൊ നിങ്ങളുടെ വണ്ടിക്ക് എന്തോ കംപ്ലൈന്റ് ഉണ്ട്. ട്രാഫിക് അല്ലേ? നീ നിൽക്കാനും ഇല്ലേലും നമ്മളെ ഓവർടേക്കാൻ നോക്കുമ്പോ ഇവനൊക്കെ എവിടെ നോക്കിയോ ഇഷ്ടപ്പെട്ടില്ല. പിടിക്കാതെ ആക്സിഡന്റ് ഉണ്ടാക്കി എന്റെ മുകളിലേക്ക് ഇടും. നമ്മളും പറ്റി നമ്മളെ കുറച്ച് ഉടായപ്പെടുത്തുന്നേ ഉള്ളൂ. ഞാൻ ഈ സൈഡിൽ കൂടി എടുക്കാൻ നോക്കിയത് നടന്നില്ല.
ഇത് പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഇത് ആൾക്കാർക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല. നമ്മൾ ആക്സിഡന്റ് ഇല്ലാതെ വണ്ടി ഓടിക്കണം, അതാണ് ചാലഞ്ച്. ആക്സിഡന്റ് ഇല്ലാതെ ഓടിക്കാൻ അറിയാമല്ല, ബ്രേക്ക് പിടിക്കും. ഇല്ല, അതൊക്കെ നമ്മുടെ സ്കില്ലാണ്. ഇതൊക്കെ എന്ത് എനിക്ക് ഒരു വിഷമവുമില്ല. ഞാൻ പറഞ്ഞിട്ട് വന്നത് അവസാനം ഞാൻ കയറിപ്പോയെന്നുള്ള കാര്യം ചെയ്ത് എത്ര എനിക്ക് പറയാം. ബ്രേക്ക് കളിക്കുന്നത് എന്റെ പിന്നാലെ വന്നിട്ട് നമ്മൾക്ക് സൈക്കോ ഡ്രൈവർ, അതുകൊണ്ട് എന്റെ പിന്നാലെ വന്നിട്ട് ഒരു കാര്യമില്ല. നമ്മളെ പിടിച്ചേക്കില്ല. അടിപൊളി റോഡ്, ആക്സിലേറ്റർ കയറി നിൽക്കുവേ. അയ്യോ, ബ്രേക്ക് പോയി, വണ്ടിയുടെ ബ്രേക്ക് പോയി. ബ്രേക്കില്ല. ഞാൻ കൊന്നൊന്നുമില്ല. ഞാനൊരു വീടിന്റെ ഷെഡില് എവിടെ എന്നാൽ ഇവനെങ്ങനെ ഓവർടേക്ക് പറയിപ്പിക്കരുത്. നിന്റെ പണ്ട് ഒരുമാതിരി കല്ല് വെച്ചവണൊക്കെ വന്നത്. അയ്യോ, അപ്പൊ ശരി, ഞാൻ ഇവിടെ നല്ല ഒരു സ്റ്റോപ്പ് ഉണ്ടല്ലോ ഇവിടെ. തങ്കച്ചുണ്ട് ഇവിടെ തട്ടിക്കൊണ്ട് കടന്നു. ചായ കൂടി കഴിഞ്ഞു. ഇനി തങ്കപ്പനായിരിക്കും ചോദിക്കുന്നത്, തങ്കമ്മയല്ല. വണ്ടി ഇടിക്കാനുള്ളതല്ലേ. എന്റെ വണ്ടിയല്ല. ഒരു കാര്യമില്ല, നമ്മളെ കിട്ടൂല. ട്രാഫിക് റേസ് നമ്മളെ കൊണ്ടേ പറ്റുള്ളൂ, ഇവനെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഈ കാലമാണ് കയറുന്നത്. മണ്ണെണ്ണ പറ്റിച്ച് വണ്ടി ചെറുതായിട്ടൊന്ന് തെന്നി. നീ എവിടെ പോയി? തിരിച്ചോണ്ടിരി. നമ്മളെ സ്ഥലത്തേറായി. നമ്മളെ കേട്ടോ, പക്ഷെ ഇവിടെ പാറയൊന്നുമില്ലല്ലോ.
പാലക്കാടാണ്, പാലക്കാടൻ പാടമാണ്. ഞാനൊരു അടിപൊളി പാലക്കാടൻ ടൗണിൽ എത്തിയിട്ടുണ്ട്. നോക്കി ഇവിടെ കുറച്ച് ആൾക്കാരെ കേട്ടെ നമ്മുടെ വയനാട് ബസ്സിൽ കേറിക്കോട്ടെ. പെട്ടെന്നായിക്കോട്ടെ. കേറുന്നില്ലേ? ചെറുതായിട്ടൊക്കെ കേൾക്കാം. പിന്നെ എവിടം വരെ പോവാൻ ഓടിക്കറിയാം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? പിടിച്ചാൽ കിട്ടൂല. എനിക്കറിയാം ഇവൻ വണ്ടിക്കകത്ത് എഞ്ചിനകത്ത് കാണിച്ചു. പിടിക്കുന്നതൊക്കെ ചെയ്യും. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. പോസ്റ്റൊക്കെ അനങ്ങുന്നില്ല. പണ്ടാറങ്ങ ഞാൻ പറ്റണം. നിന്റെ മുന്നിൽ നമ്മളെ കുറച്ച് വേണ്ടി കുറച്ച് സ്പീഡ് കുറച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ആൾക്കാരുടെ സേഫ്റ്റിയാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. അതാണ് വയനാട്. ആൾക്കാരുടെ സേഫ്റ്റി കണ്ട് കണക്ക് കൂട്ടിയാലേ ജനങ്ങളെ എത്ര വണ്ടിയിൽ പോയിട്ട് ഇപ്പൊ തീരുമാനിച്ചിട്ടുണ്ടോ? ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. ഇത് ഫുൾ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള വണ്ടി. എവിടെ പോവാൻ മരുന്നില്ലല്ലോ, കാണുന്നില്ലല്ലോ ഇവരെ. വരുന്നുണ്ട് വരുന്നുണ്ട്. ഏതൊരു പ്രാന്തം വരുന്നത്. ഇവനെ കാണുന്നില്ല. അണ്ണൻ എവിടെയാണ്? നമ്മള് പയ്യെ പോയിക്കൊണ്ടിരിക്കുക. അവനെവിടെ വരുന്നുണ്ട്. എടാ നീ എങ്ങനെ കളയുന്നതിന്റെ കാര്യം എവിടെയെങ്കിലും വീഴാനാണ്. അധികം ട്രാഫിക്കല്ലാതെ എല്ലാം കാണിച്ചാൽ പാറക്കല്ലിന്റെ പോലത്തെ മരം. ഡ്രൈവർ കഴിവുള്ളവരാണ്. കഴിവേറിയെന്നല്ലേ? കഴിവുള്ളവരല്ല, കഴിവ്. ഞാൻ നിർത്തലാണ്. സൈഡിൽ ഒതുക്കി കൊടുക്കാം. അങ്ങനൊന്നും കൊമ്പരെ താത്താൻ പറ്റില്ല. കണ്ണീരൊന്നും തുടച്ചിട്ട് പറയൂ. ഇനി കണ്ണീരൊന്നും വേണ്ട, ഇനി ഒന്നും വേണ്ട.
ഞാൻ അടിച്ചൊന്നുമില്ല, നീ അടിച്ചു. ഞാൻ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് വെട്ടിച്ചു. എന്റെ നെഞ്ചത്ത് കയറ്റിയതെന്നാ അപ്പൊ നീ ചെയ്തതാ ഞാൻ ചെയ്യണത്. ഞാൻ ചെറുതായിട്ടൊന്ന് കാട്ടിലോട്ടിറങ്ങി. കാട്ടിലോട്ട് ഇറങ്ങും, എനിക്കറിയണം. കാട് ഭയങ്കര ഇഷ്ടമാണ്. ഈ വയനാട് കാടുകൾ എനിക്കെന്തോ വീക്ക്നെസ് ആണ്. നോക്കി കയറി എനിക്ക് വേണ്ടി നിന്നിട്ടില്ല, ഞാൻ കുറച്ചുകൂടെ പോട്ടെ. ടൗണെത്താറായിട്ടോ, റേസൊക്കെ പെട്ടെന്ന് തീരും. അതിന് പിന്നെ ഇവനെന്തോ വണ്ടിക്ക് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവൻ വണ്ടി എന്തോ പിടിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മള് ഡീസന്റ് ആയിട്ട് ഇവന്റെ കാര്യം ഇത്ര ഉള്ളു. ഇവനെ ഏതോ വേട്ടാവളിയാണ്. എന്നെ പറമ്പ് കേട്ടില്ല. എനിക്കൊരു ഫുട്ബോൾ കൂടെ പോലെ കണ്ടിക്കണേ. വളി പോയിട്ട് ഇവന് വീണ്ടും എവിടെയെങ്കിലും പണി ഒപ്പിക്കാൻ വരും കേട്ടോ. പറക്കണല്ലോ, വണ്ടി പിന്നെ പറക്കാതെ തന്നെ പിടിച്ചിടിക്കും. പെട്രോൾ കൊടുത്തില്ല. അയ്യോ, ഞാൻ കുറച്ച് ഫ്യൂവൽ എത്ര അടിക്കണം നോക്കട്ടെ. ഡീസൽ പ്രൈസ് €1. റെസ്റ്റ് എടുക്കാൻ പോകണോ? ശരി, ഞാനിവിടെ നൈസിന് പാർക്ക് ചെയ്യാൻ പോണു. ഇവിടെ അങ്ങോട്ട് വണ്ടി ഇടാൻ പോണു. ഞാനിവിടെ ഇല്ല ഇട്ടത്. ഇല്ല, ഫ്രണ്ട് ആൾക്കാർ കല്ലെറിയാൻ തോന്നും, അതുകൊണ്ട് തിരിച്ചിട്ടിരിക്കും. നിനക്കവിടെ അറിയും. ആ ചുമരൊക്കെ ചേർത്ത്